ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി കക്കറൊട്ടി ആയാലോ. നമ്മുടെ തലശ്ശേരിയിലെല്ലാം കക്കറൊട്ടി എന്നാണ് പറയുക. കണ്ണൂർ കുഞ്ഞിപ്പത്തിൽ അങ്ങനെ പല പേരുണ്ട്. എന്താ ഒരു പാർട്ടിയിലും ഡിന്നറിനെല്ലാം വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം ഒരു കുക്കറിലോട്ട് 1 കിലോ ബീഫ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ഉള്ളി, അതും നേരിയതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ ഒരു 4-5 പച്ചമുളക്, അത് പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ചതച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി, ഇതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് ഉടയുന്നവരെ. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനിതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പെപ്പർ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ബീഫ് മസാല ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം വീണ്ടും കൈ കൊണ്ടെല്ലാം ഒന്ന് ഇളക്കി എന്താ പറയുക മിക്സ് ആക്കുക. ആ ഒരു ബീഫിലോട്ടെല്ലാം ഒന്ന് പിടിക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ബീഫ് വേവിക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പൊന്നി അരി ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പൊന്നി അരി എടുത്തിട്ടുള്ള ഒരു 1.5 കപ്പ്, അത് നല്ല തിളച്ച വെള്ളത്തിൽ. എന്നിട്ട് അതെല്ലാം ഒന്ന് കഴുകി അതിൽ വെള്ളമെല്ലാം ഒന്ന് എന്താ പറയുക ഊറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 3 കൈപ്പിടി നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ഉള്ളി അതും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 3 പിടി തേങ്ങയും ഒരു ഉള്ളിയും 1.5 കപ്പ് അരിക്ക്. പിന്നെ ഇതിലേക്ക് എന്താ പറയുക കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ മതി, ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ഇടുന്ന വലിയ ജീരകമാണ് ഫെന്നൽ സീഡ്, അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ കൂടി പോണ്ട ജീരകം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുമ്പോൾ വെള്ളം അങ്ങനെ ചേർക്കണമെന്നില്ല, കുറച്ച് ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഉള്ളിലുള്ള വെള്ളമെല്ലാം വരും. പിന്നെ ഇത് ആദ്യം ഒന്ന് പൾസിലിട്ടിട്ട് നമ്മളിങ്ങനെ ഓണാക്കി കളിക്കൂലേ, അതേപോലെ ഒന്ന് അരച്ച് വെക്കുക. ഇത് നല്ലോണം അരയും വേണ്ട, എന്നാൽ അധികം അരയാതെ ഇരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു കട്ടിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇങ്ങനെ ഒന്ന് അരച്ചുകൊണ്ടുവരാൻ. അങ്ങനെ എല്ലാ അരിയും ഇതേപോലെ അരച്ച് ഒരു ചെമ്പിലോട്ട് ഒഴിക്കാം. കുറച്ച് വലിയ ചെമ്പാകുമ്പോൾ നമുക്ക് കുഴക്കാനും എല്ലാം എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ അമ്മീസ് അരിപ്പൊടി ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് മിക്സാക്കുക ചെയ്യുന്നത്. അപ്പോൾ അരിയ കൂടുതൽ എന്താ പറയുക പൊടി ഇടേണ്ടി വരില്ല ഇങ്ങനെ ആകുമ്പോൾ. അപ്പം അല്ലെങ്കിൽ പൊടിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മുമ്പിട്ട് വെക്കും. ആ പൊടിക്ക് കണക്കായിട്ടുള്ള ഉപ്പുപോലെ ഇട്ടിട്ട് നമ്മളിത് കുഴച്ചെടുക്കുക. ഈ അരി ഒന്ന് ടൈറ്റ് ആകുന്നവരെ. ഇതെല്ലാം പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ കുറച്ച് പൊടിയേ നമുക്ക് യൂസ് ആക്കേണ്ടി വരുള്ളൂ. നല്ലോണം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ അരി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് മെയിൻ പണി. എല്ലാവർക്കും മടിയുള്ളത് ഇതുമായിരിക്കും. ഇത് നമുക്കിനി ഒന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിലൊന്ന് എന്താ പറയുക എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതേപോലെ എടുത്തിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി നമ്മൾ ഈ ചുക്കപ്പയിലുണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ. പിന്നെ ഷേപ്പെല്ലാം ഓരോ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. ചിലരിങ്ങനെ ഉരുട്ടിയതിന് ശേഷം ഒരു കുഴി പോലെ ആക്കലുണ്ട്. അപ്പം ഞാനിങ്ങനെ ആയിരിക്കും. എല്ലാം ഒരുപോലെ പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതേപോലെ ഉരുട്ടിയെടുക്കണം. എന്നിട്ടിത് നമ്മളിത് ആവിയിൽ വേവിക്കുക ചെയ്യുന്നത്. ഗ്ലൗസ് ഇട്ടിട്ടാകുമ്പോൾ നമുക്കൊരു നല്ല ഇതിൽ ഉരുട്ടാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഞാനിങ്ങനെ ഉരുട്ടിയെടുത്ത് അടച്ചെമ്പിലോട്ട് വെള്ളം തിളക്കുമ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10-15 ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ട് വേവിക്കാനുള്ളതുണ്ടാവും. കണ്ടോ, ഒരു 10-15 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇത് കുക്കായിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വേറൊരു പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത്. വറുക്കാന്ന് വെച്ചാൽ ഒരു ചൂടാക്കൽ മാത്രം, കറിയിലേക്ക് ഒഴിക്കാൻ ലാസ്റ്റ്. സാധാരണ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടെല്ലാം കറി വെക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യൽ. ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടീസ്പൂൺ മഞ്ഞളും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണലൊന്ന് മാറുന്ന വരെ ഒരു ചെറിയ തീയിലിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കളറൊന്നും മാറേണ്ടയില്ല. കണ്ടോ, ഇപ്പോൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ അരിയെല്ലാം ഉരുട്ടിയെടുത്ത് വേവിച്ച് ഇങ്ങനെ ചൂടെല്ലാം പോയതിന് ശേഷം എല്ലാം ഒന്നിങ്ങനെ വിട്ട് എന്താ പറയുക, എല്ലാം ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഒരു അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും ചൂടെല്ലാം പോയി. അപ്പോൾ ഇത് ഒരു മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ലൂസിൽ തന്നെ, തേങ്ങയിൽ നമ്മൾ സാധാരണ ഇറക്കില്ല അതേപോലെ. ഇപ്പോൾ ഇത് ബീഫും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ ചെമ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വലിയ ചെമ്പാകുമ്പോൾ നമുക്ക് ആ അരിയും ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ കുടുങ്ങിയ പോലെ ആയിരിക്കും. പിന്നെ ഞാനിതാ വലിയ ചെമ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതാ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഫുള്ളങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി ലൂസാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കാം. അപ്പം എന്താ, നമ്മൾ ആ ഒരു കക്കറോട്ടിക്കൊരു യെല്ലോ അങ്ങനത്തെ ഒരു കളർ ഉണ്ടാവും. ഇനി ഇത് എല്ലാം നല്ലോണം മിക്സ് ചെയ്യണം. എന്താ പറയുക, കറിയും അരപ്പും കക്കറോട്ടി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി ആ അരിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഈ സമയത്ത് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കുക. ഇത് സമയം എന്താ പറയുക, വെക്കുന്നതിന് ഇത് കുറച്ചൊന്ന് ഉറച്ചിട്ട് വരും, ടൈറ്റായിട്ട് വരും. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുക. ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയില, പിന്നെ ഞാനൊരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം എന്താ പറയുക, നമുക്കിത് ഓഫാക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം ഇത്തിരി കൂടി ഒന്ന് ടൈറ്റായിട്ടുണ്ട്. എല്ലാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ശരിക്കും ഇത് 2 ദിവസമെല്ലാം ഉണ്ടാവും. ഡിന്നറിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ആ ഉരുട്ടുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.